പ്രൈസ് ദി ലോർഡ്. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള 30 ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. റൂത്ത് 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 23. ചോദ്യം 2. റൂത്ത് 2-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം റൂത്ത് ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 3. റൂത്ത് 2-ാം അധ്യായത്തിൽ നവോമിയുടെ ഭർതൃകുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വിശേഷണം എന്ത്? ഉത്തരം ഒരു ധനികൻ. ചോദ്യം 4. എപ്രകാരമുള്ള സ്ഥലത്തു പോയി കാലാ പെറുക്കാനുള്ള അനുവാദമാണ് റൂത്ത് നവോമിയോട് ചോദിക്കുന്നത്? ഉത്തരം എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ. ചോദ്യം 5. ബെത്ലഹേമിൽ വച്ച് റൂത്ത് ആരുടെ വയലിലാണ് കാലാ പെറുക്കാൻ പോയത്? ഉത്തരം ബോവാസിൻ്റെ. ചോദ്യം 6. ബോവാസ് ആരുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു? ഉത്തരം എലിമെലക്കിൻ്റെ. ചോദ്യം 7. റൂത്തിൻ്റെ ആരായിരുന്നു എലിമെലക്ക്? ഉത്തരം അമ്മായി അപ്പൻ. ചോദ്യം 8. ബെത്ലഹേമിൽ നിന്നു വന്ന ബോവാസ് എന്തു പറഞ്ഞുകൊണ്ടാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് നിങ്ങളോടുകൂടെ. ചോദ്യം 9. കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 10. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ഉത്തരം ആരാണ് ഈ യുവതി? ചോദ്യം 11. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? ഇവിടെ പരാമർശിക്കുന്ന യുവതി ആരാണ്? ഉത്തരം റൂത്ത്. ചോദ്യം 12. ആര് ആരോട് പറഞ്ഞു? നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീയാണിവൾ. ഉത്തരം ഭൃത്യൻ ബോവാസിനോട്. ചോദ്യം 14. വയലിൽ കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന് റൂത്ത് ബോവാസിനോട് അപേക്ഷിച്ചപ്പോൾ ബോവാസ് റൂത്തിനെ വിളിച്ചത് എന്താണ്? ഉത്തരം മകളെ എന്ന്. ചോദ്യം 15. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ബോവാസിൻ്റെ. ചോദ്യം 16. പൂരിപ്പിക്കുക. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, ഡാഷ് എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? ഉത്തരം അന്യനാട്ടുകാരിയായ. ചോദ്യം 17. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി എവിടേക്ക് വന്നുവെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? ഉത്തരം അപരിചിതരായ ജനത്തിൻ്റെ ഇടയിലേക്ക്. ചോദ്യം 18. ആര് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? ഉത്തരം ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ്. ചോദ്യം 19. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് നൽകിയത്? ഉത്തരം മലർ. ചോദ്യം 20. സന്ധ്യ വരെ കാലാ പെറുക്കിയ റൂത്തിന് എന്താണ് ലഭിച്ചത്? ഉത്തരം ഒരു ഏഫ ബാർലി. ചോദ്യം 21. ഒരു ഏഫ ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്ത് എന്താണ് ചെയ്തത്? ഉത്തരം ധാന്യം അമ്മായിമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം കൊടുത്തു. ചോദ്യം 22. ധാന്യവുമായി വീട്ടിലെത്തിയ റൂത്തിനോട് അമ്മായിയമ്മ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഉത്തരം 2. ചോദ്യം 23. ബോവാസ് നമ്മുടെ ആരെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? ഉത്തരം ഉറ്റ ബന്ധു. ചോദ്യം 24. എത്ര കാലം തൻ്റെ വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ബോവാസ് റൂത്തിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം കൊയ്ത്തു മുഴുവൻ തീരുവോളം.
ചോദ്യം 25. ആര് ആരോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത്? ഉത്തരം നവോമി മരുമകളോട്. ചോദ്യം 26. എന്തിൻ്റെ വിളവെടുപ്പ് കഴിയുന്നത് വരെയാണ് റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കിയത്? ഉത്തരം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. ചോദ്യം 27. അധ്യായവും വാക്യവും ഏത്? നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉത്തരം റൂത്ത് 2:12. ചോദ്യം 28. അധ്യായവും വാക്യവും ഏത്? അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാപെറുക്കി. മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫ ബാർലി ഉണ്ടായിരുന്നു. ഉത്തരം റൂത്ത് 2:17. ചോദ്യം 29. അധ്യായവും വാക്യവും ഏത്? നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത്. ഉത്തരം റൂത്ത് 2:22. ചോദ്യം 30. അവസാന ചോദ്യം. വചനം എഴുതുക. റൂത്ത് 2:10. ഉത്തരം അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങയ്ക്ക് എന്ത് നന്മ ചെയ്തു? So thank you for watching. So all the best. Thank you.